ഞങ്ങൾ സെയ്ദിന്റെ ജ്യേഷ്ഠന്റെ കല്യാണത്തിന്റെ മൂത്ത അവര് 3 മക്കളാണ്. അതിന്റെ ഏറ്റവും മുതിർന്ന സെയ്ദ് എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലി നെയിമാണ്. എല്ലാവരും പേരിലും സെയ്ദുണ്ട്. അപ്പോൾ ഈ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു സെയ്ദാണ്. അപ്പോൾ പുള്ളിയുടെ കല്യാണത്തിന്റെ അതായത് സെയ്ദിന്റെ ചേട്ടന്റെ കല്യാണത്തിന്റെ രാത്രി കാഴ്ചകൾ കാണാനായി ഞങ്ങൾ പോവുകയാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു കാട്ട ഏരിയയാണ്. ആയതിനാൽ ഇവിടെ പന്നികളുടെ ശല്യമുണ്ട്. കാട്ടുപന്നികൾ അതിപ്പോ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടുപന്നികളായി പരിണമിച്ചിരിക്കുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ യാത്രാവേളയിൽ എവിടെയെങ്കിലും പന്നികളെ കണ്ടുമുട്ടാം, ഒന്നിക്കാം, പന്നികളുമായി ഒന്നിക്കാം. അങ്ങനെയല്ലേ? ഞങ്ങൾ രാത്രി സമയം പറയുകയാണെങ്കിൽ ഞാൻ വാച്ചെടുത്തിട്ടില്ല. സമയം ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയോട് അടുത്തിരിക്കുന്നു. പുള്ളി എങ്ങോട്ടെങ്കിലും പോകട്ടെ, ഞങ്ങളും എങ്ങോട്ടെങ്കിലും പോകട്ടെ. ഞങ്ങളിപ്പോ ചെപ്പകശ്ശേരി ജംഗ്ഷൻ കഴിഞ്ഞിരിക്കുന്നു. പാതി ടാറിട്ട റോഡിലൂടെ മുന്നോട്ട് ഞങ്ങൾ പോകുന്നത്. എവിടെ എത്തിയിരിക്കുന്നു കേട്ടോ. ആരുടെയോ കാർ അതാ അവർ നിൽക്കുന്നു. നിരീഷ് ആണിത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റതാണ്. ഇത് അഖിലിന്റെ സഹോദരൻ അമലാണ്. കല്യാണ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് 12 മണിക്ക് എത്തിയ ഞങ്ങൾ 12:10 അവിടെ നിന്ന് തിരിച്ചിരിക്കുന്നു. പണിയുമില്ല. അതായത് നമ്മള് ടേബിളിന് ചുറ്റും ബെൽറ്റ് അടിച്ചു, ബെൽറ്റിനെ ക്ലോത്ത് അടിച്ചു. അതിനുശേഷം അവിടെ തൂത്ത് വൃത്തിയാക്കി ഇട്ടു. അതിൽ കൂടുതൽ പണിയൊന്നും ഞങ്ങൾക്ക് അവിടെ ഇല്ലായിരുന്നു. പോലും ഞങ്ങൾ ആസ്വദിച്ച് ചെയ്തു. നിങ്ങൾ ആസ്വദിച്ച് ചെയ്തു. അപ്പൊ നമ്മളിതാ അധികം ഫിറ്റ് ചേർക്കണ്ട. എൻ്റെ ഫോൺ ചിലപ്പോൾ ഫിറ്റ് ഇടിച്ചങ്ങ് പോകും. ഇപ്പൊ കുറങ്ങൽ ജംഗ്ഷനിലെത്തി. വീടുകളിലൊക്കെ ലൈറ്റുകൾ തെളിയുന്നുണ്ട്. ആരും ഉറങ്ങില്ലെന്നാണ്. ആ ഒരു ആംബുലൻസ് അല്ലേ കടന്നു വരുന്നത്. ഒരു ആംബുലൻസാണ് കടന്നു പോയത്. ആംബുലൻസ് പോയിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ചായ കുടിക്കണമെന്ന മോഹവുമായി ഞങ്ങൾ ചെന്നുപെട്ടത് ഒരു സിംഹത്തിന്റെ പടയിൽ. ഉസ്താദ് ശശി മൗലവി. ഗുഡ് ബൈ.